കേരളത്തിലെ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും അടുക്കളകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. പാചകവാതക സിലിണ്ടറുകളുടെ കുറവ് മൂലം ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. കേരളത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണെന്നാണ് വിവരം. ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികളെ മാത്രമല്ല, പച്ചക്കറി, ഇറച്ചി, പലവ്യഞ്ജനം തുടങ്ങിയ വ്യാപാര മേഖലകളെയും പ്രതിസന്ധി ബാധിക്കുമെന്നുറപ്പാണ്. കാണാം ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തീൻമേശയ്ക്ക് തീ പിടിക്കും. ഹോട്ടലുകളെ അവശ്യ സർവീസായി കണക്കാക്കാത്തതിനാൽ ഹോട്ടലുകളിലേക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ഹോട്ടലുകൾക്ക് വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് പെട്രോളിയം കമ്പനികൾ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ അടച്ചു. കേരളത്തിൽ ഏകദേശം 2 ലക്ഷം വാണിജ്യ സിലിണ്ടർ ഉപയോക്താക്കളാണ് ഉള്ളത്. ദിവസേന 10 മുതൽ 25 വരെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ പലതും വിഭവങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. പാചകത്തിനായി കൂടുതൽ ഇന്ധനം വേണ്ടി വരുന്നതിനാൽ ഊണ് നൽകുന്നത് പല ഹോട്ടലുകളും നിർത്തിവെച്ചു. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഗ്യാസ് കിട്ടാതെ വളരെ പ്രതിസന്ധി തന്നെയാണ്. കാരണം നമുക്ക് വിറകടുപ്പിനുള്ള സൗകര്യമില്ല. സ്ഥല സൗകര്യം, പ്രത്യേകിച്ച് ഈ ടൗണിൽ ഉള്ള പ്രശ്നങ്ങൾ, സ്ഥലപരിമിതി പോരാത്തതിന് ഇപ്പോൾ വിറകടുപ്പാക്കിയാൽ തന്നെ പഴയമാതിരി ജോലിക്കാരെ കിട്ടാനില്ല. പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഉപ്പുമാവ്, കഞ്ഞി, തട്ടുദോശ പോലുള്ള വിഭവങ്ങൾ ഒരുമിച്ചുണ്ടാക്കി വെച്ച ശേഷം ചൂടാക്കി നൽകാനാണ് പല ഹോട്ടലുകളും തീരുമാനിച്ചിട്ടുള്ളത്. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം അപ്പപ്പോൾ തയ്യാറാക്കുന്ന ചൈനീസ് വിഭവങ്ങൾ പല ഹോട്ടലുകളും ഒഴിവാക്കി കഴിഞ്ഞു. എന്നാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വിറകടുപ്പുകൾ ഹോട്ടലുകളിൽ അനുവദനീയമല്ലെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. ചില ഹോട്ടലുകളാകട്ടെ തീ നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള വിറകടുപ്പുകളിലേക്ക് മാറുന്നതായും റിപ്പോർട്ടുണ്ട്. പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള വിറകടുപ്പിലേക്കും വൈദ്യുത പാചക ഉപകരണങ്ങളിലേക്കും അടിയന്തരമായി മാറുന്നത് ഹോട്ടലുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കും. പല ഹോട്ടലുകളും താത്കാലികമായി അടയ്ക്കുന്നതിന് ഇതിനിടയാക്കും. ഇത് ഹോട്ടൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കും. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നതോടെ പച്ചക്കറി, ഇറച്ചി, പലവ്യഞ്ജന വ്യാപാര മേഖലയിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങൾക്കിപ്പോൾ നിലവിലെ അവസ്ഥ ഫുഡ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഗ്യാസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്യാസ് തീരുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുട്ടികൾ അതിനോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. കാരണം ഞങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. വീട് നാടും വിട്ട് ഞങ്ങൾ നിൽക്കണം. ഞങ്ങളെ വീട് തന്നെയാണിത്. ഞങ്ങൾക്ക് അതിനൊരു കൊച്ചിയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു വിറകടുപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇന്ത്യയുടെ പാചകവാതക ഉപഭോഗത്തിന്റെ 67% ഇറക്കുമതിയിലൂടെയാണ്. ഇതിൽ 90% മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. പാചകവാതകം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. LPG ഉത്പാദനശേഷിയുടെ പരമാവധി വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. റിഫൈനറികൾ പൂർണ്ണതോതിലോ അധിക സമയമോ പ്രവർത്തിച്ചു തുടങ്ങി. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം ഒരു ക്രൂഡ് ഓയിൽ കപ്പൽ ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. പാചകവാതക ഉത്പാദനം 25% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഭൂരിഭാഗം ഐറ്റംസ് കുറച്ച് മാത്രം, അതായത് ജനങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം, അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാക്കി മാറ്റിയിട്ടുള്ളത്. ഊണൊക്കെ നിർത്തിയിട്ടുള്ളത്. ഊണെല്ലാം ഗ്യാസ് കൂടുതൽ വേണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക. എത്ര കാലം ഓടുമെന്ന് പറയാൻ പറ്റില്ല. 1-2 ദിവസത്തേക്കുള്ളത് ഉണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലിന് പുറമെ LNGയും ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് 23 വർഷത്തേക്ക് LNG വാങ്ങാൻ ഗെയിലുമായി കരാറുള്ളതിനാൽ പാചകവാതക കപ്പലുകൾ റഷ്യയിൽ നിന്ന് വൈകാതെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇതിനു പുറമെ കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും LNG വാങ്ങുന്നത് ഇന്ത്യ പരിഗണിച്ചു വരികയാണ്. എങ്കിലും 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഹോട്ടൽ മേഖല പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. ഇത് വലിയ പ്രതിസന്ധികൾക്കിടയാക്കും. ഹോട്ടൽ അടച്ചിട്ടാലും ഹോട്ടൽ തൊഴിലാളികൾക്ക് ശമ്പളവും ഭക്ഷണവും നൽകി നിലനിർത്താൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകും. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതിനാൽ നിലവിലുള്ളവരെ പിടിച്ചു നിർത്തിയേ തീരൂ. ഓരോ പ്രദേശത്തെയും ഹോട്ടലുടമകൾ പരസ്പരം സഹകരിച്ച് പൊതുസ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്ത് സമീപ ഹോട്ടലുകളിൽ വിതരണം ചെയ്യാനുള്ള സാധ്യത
അസോസിയേഷൻ പരിശോധിച്ചു വരികയാണ്. കടങ്ങളെല്ലാം ഉണ്ട്, ലോണൊക്കെ അടച്ചു തരാനുള്ളത്. അതെല്ലാം പെൻഡിങ് ആയ ഭയങ്കര പാടല്ലേ. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുമായിരുന്നു. നമുക്ക് ഗ്യാസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സ്റ്റാഫൊക്കെ, അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് കഴിയുന്ന ആൾക്കാരല്ലേ, 5 കുടുംബം കഴിയുന്നതാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ സ്റ്റോക്ക് തൃപ്തികരമാണെന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറയുന്നത്. എന്നാൽ ബുക്കിംഗിൽ തടസ്സം നേരിടുന്നുണ്ടെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങരുതെന്നും വിറകടുപ്പുകളിൽ പാകം ചെയ്യണമെന്നും പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പല സ്കൂളുകളിലും 1-2 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള പാചകവാതകം മാത്രമേ ബാക്കിയുള്ളൂ. പാചകത്തിനായി വിറകടുപ്പുകൾ ഉപയോഗിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ താത്കാലികമായി അനുവാദം നൽകിയിട്ടുണ്ട്. എന്തായാലും പാചകവാതക പ്രതിസന്ധി നീളുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് സംസ്ഥാനത്തെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.